ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മിക്സ്ചറാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 2 കപ്പ് കടലമാവ് നമ്മളൊരു ബേസിനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഒരു 3/4 കപ്പോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ മാവ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ പൊടികളൊക്കെ മിക്സായി വന്ന ശേഷം നമുക്കതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കണം. നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് ബോളുകൾ പോലെ രൂപത്തിൽ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. കാരണം നമ്മൾ 7 ലിറ്ററാണ് നമ്മളത് എടുക്കുന്നത്. അതിനാൽ നമ്മളത് കുറച്ച് ബോൾ പോലെ രൂപത്തിൽ നമ്മളത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗോൾഡ് വിന്നറാണ് ഒഴിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇത് വാങ്ങിച്ചാൽ യൂസ് ചെയ്യാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സേവനാഴി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ സേവനാഴിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 തരം അച്ചുണ്ട്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് വലിയ ടൈപ്പുള്ള അച്ചുണ്ടല്ലോ, ഹോളുള്ള അച്ച്, അതിലിട്ടിട്ട് നമുക്കൊന്ന് മാവ് ചുറ്റിച്ച് നമുക്ക് എണ്ണ ചൂടായി വന്നതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ആ മാവിൻ്റെ ബോളുണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ സേവനാഴിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ടൈറ്റായിട്ടൊന്ന് അടച്ചെടുത്ത ശേഷം അതിൻ്റെ അകത്തിരിക്കണ ഇതുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് തിരിച്ചിട്ട് നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒറ്റയ്ക്ക് എടുക്കുന്നത് കാരണം അതിൻ്റെ ചുറ്റിക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കാരണം കേട്ടോ. അങ്ങനെ ഞാനത് ചുറ്റിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് തിളച്ച് വന്ന എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി നോക്കാം. അങ്ങനെ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് വിട്ട് വരുന്നൊരു പരിവാണെങ്കിൽ നമുക്കതൊന്ന് മറച്ചിട്ട് കൂടി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. അല്ലാണ്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടായി വന്നത് നമുക്ക് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെറിയ സേവനാഴിയുടെ അച്ചുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇനി അടുത്ത മാവുകളെല്ലാം ഞാൻ അതിലാണ് ഉണ്ടാക്കിയെടുത്തത്. വലുത് കുറച്ചും കൂടി വലിപ്പം തോന്നിച്ചത് കാരണം ബാക്കിയെല്ലാം ഞാൻ ഇതേ രീതിയിൽ ഈ ചെറിയ അച്ചിലിട്ടാണ് ഞാനെല്ലാം ചുറ്റിച്ച് മാവെല്ലാം തന്നെ ചുറ്റിച്ച് ആ മിക്സറിൻ്റെ രൂപത്തിൽ നമ്മൾ വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളൊക്കെ ഒന്ന് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവെല്ലാം നമ്മൾ ഇതേ രീതിയിൽ നമ്മളത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സറിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടല ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റായി വന്ന ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. കരിവേപ്പില കൂടി നമുക്കതൊന്ന് അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുളക് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചതച്ചത് കൂടി നമുക്ക് ഇതേ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിക്സർ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് വറുത്ത് കോരിയതുണ്ട്. അത് നമുക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. നമുക്ക് വല്ലാണ്ട് പൊടിക്കരുത്, ചെറിയ രീതിയിലൊന്ന് പൊടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടാക്കിയെടുത്തൊരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ മിക്സറിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്